ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ഉള്ളിലൊന്ന് വിങ്ങിയിട്ടുണ്ടാകും. ആരോടും പറയാനാവാത്ത ഒരു ഭാരം മനസ്സിനെ വേട്ടയാടുന്ന നിമിഷം. മറ്റാരും കാണുന്നില്ലെങ്കിലും മറ്റാരും അറിയുന്നില്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരാളോട് കാണിച്ച നീതികേട് നമ്മളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിടാറുണ്ട്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേവലം ശിക്ഷയെ പേടിച്ചാകരുത്, മറിച്ച് ആ തെറ്റ് നമ്മളെ അസ്വസ്ഥനാക്കുന്നതുകൊണ്ടാവണം. നാം മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ആ തെറ്റുകളിൽ തന്നെ അഭിരമിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. നിന്റെ വാക്കുകൾ മറ്റൊരാളെ മുറിപ്പെടുത്തിയെങ്കിൽ അത് ദൈവത്തോടുള്ള കടപ്പാടിൽ വന്ന വീഴ്ചകൂടിയാണ്. ക്ഷമ ചോദിക്കുന്നത് ഒരു തോൽവിയല്ല, മറിച്ച് സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ്. നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇനി അത് ആവർത്തിക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് പ്രാർത്ഥനയായി മാറേണ്ടത്. ദൈവം ക്ഷമിക്കുന്നത് നമ്മൾ പൂർണ്ണരായതുകൊണ്ടല്ല, മറിച്ച് നമുക്ക് ഇനിയും നല്ല മനുഷ്യരാവാൻ സാധിക്കുമെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. കണ്ണടച്ച് ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിലെ ഭാരങ്ങളെല്ലാം അവിടുത്തെ മുൻപിൽ ഇറക്കിവെക്കുക. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനുള്ള ഒരു പുതിയ പ്രഭാതം നമുക്ക് മുൻപിലുണ്ട്. അനാവശ്യമായ കുറ്റബോധം നമ്മളെ തളർത്താതിരിക്കട്ടെ. നടന്ന കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നാളെയെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. ആ ശാന്തതയിലേക്ക് നമുക്ക് പതുക്കെ മനസ്സിനെ പാകപ്പെടുത്താം.